പണ്ട് ബോംബെ വന്നാൽ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്ന ബിൽഡിംഗ്. പണ്ടത്തെ ജോൺസൺ ആൻഡ് ജോൺസൺ, ഇന്ന് കെൻവ്യൂ, വേറെ ഒരു കമ്പനി. അപ്പൊ നേരത്തെ ഇറങ്ങിയില്ലെങ്കിലും ഏകദേശം 10 മണി കഴിഞ്ഞപ്പോൾ ഒരു സ്വിമ്മിംഗ് പൂള് അങ്ങോട്ട് വാടകയ്ക്ക് എടുത്തു. ദേ ഒരു പോലീസുകാരൻ കൈ കാണിക്കുന്നു. എന്തിനാണാവോ? ഓ പേടിക്കേണ്ട ഗായ്സ്, അകത്തൊന്നും കയറിയില്ല. പോലീസുകാരൻ കൈ കാണിച്ചത് നാഷണൽ റിസർവ് ഏരിയ അല്ലേ, ഐ മീൻ ഫോറസ്റ്റ് ഏരിയ. അങ്ങോട്ട് കയറുന്നതുകൊണ്ട് 94 rupees പെർ പേഴ്സൺ അടയ്ക്കണം. എന്തിനാന്ന് അറിയത്തില്ല, അത് ഇച്ചിരി വളരെ കൂടുതലായി. 94 രൂപ, ഇഫ് ഐ എം കറക്റ്റ് ഇൻ മലയാളം. അത്രയും തുക അടച്ചിട്ടാണ് ഈ ഒരു ഫോറസ്റ്റ് ഏരിയയിൽ ഞങ്ങളിപ്പം വണ്ടി ഓടിക്കുന്നത്. ബിക്കോസ് ഞങ്ങളുടെ സ്വിമ്മിംഗ് പൂൾ മാത്രമല്ല, ഒരു വില്ലയും വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ദേ കൊരങ്ങന്മാര്, നല്ല രസമുള്ള പെയിന്റിങ്സും ഈ ഏരിയയിലുണ്ട്. പിന്നെ ഇടയ്ക്ക് കുറെ ജിം ഐറ്റംസ്, നമ്മുടെ ഈ വാക്ക് വേയിലൊക്കെ കാണത്തില്ലേ, ജിമ്മിന്റെ കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന അതുപോലെ. ഇതാണ് നമ്മുടെ ക്ലൗഡ് 9 വില്ല. വിശദമായി കാണിക്കാം, അകത്തോട്ടൊന്ന് കയറട്ടെ. ഒരു വില്ലയ്ക്ക് വേണ്ടി ഇത്രയും വലിയ ഒരു പാർക്കിംഗ് സ്പേസ്. മിക്കവാറും നാളെ ഇവിടെ വേറൊരു വില്ല വരും. നമ്മുടെ വില്ല ഈ ഒരു ബൗണ്ടറിയുടെ ബാക്കിലാണ് കേട്ടോ. അപ്പോൾ വണ്ടിയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പാർക്ക് ചെയ്തു. എന്നിട്ട് ഈ സൈഡ് ഗേറ്റ് വഴി കയറിപ്പോയി. ഇതാണ് ക്ലൗഡ് 9 വില്ല. അടിപൊളി, നല്ല ലോണും പിന്നെ സൈഡിലൊരു സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഇത് കൊള്ളാം കേട്ടോ, നല്ല വരാണ്ട. ഇവിടെ ഇരുന്ന് നല്ല കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. നല്ല സ്വിമ്മിംഗ് പൂള്. കുറച്ചു നേരം കഴിയുമ്പോൾ ഒന്ന് കുളിക്കണം. എന്നാൽ ഇപ്പോൾ നമുക്ക് വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണാം. അപ്പോൾ ഇതാണ് ക്ലൗഡ് 9. കയറി വരുമ്പോൾ ഒരു പൂജാമുറി ഉണ്ട്. ഇവരിപ്പോൾ തന്നെ കുളിക്കാൻ പോവുക. വീടൊന്ന് ശരിക്ക് കാണട്ടെ. ഇതാണ് നമ്മുടെ കിച്ചൺ ഏരിയ. ഇത് ബെഡ്റൂം. മാസ്റ്റർ ആണോന്ന് അറിയത്തില്ല, പക്ഷേ നല്ല ബെഡ്റൂം, നല്ല ബെഡ്, നല്ല അടിപൊളി ഇന്റീരിയർ. ഒരു ബെഡ്റൂം കൂടെ ഉണ്ട് അപ്പുറത്തെ സൈഡ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വാഷ് ബേസിനുണ്ട്. ഇതാണ് മറ്റേ ബെഡ്റൂം. ഇവിടെ 2 സെറ്റ് വലിയ ബെഡുണ്ട്. അടുത്തതാണ് മെയിൻ ഹൈലൈറ്റ്, പ്രൊജക്ടർ. ഈ പ്രൊജക്ടർ വെച്ച് വലിയൊരു സ്ക്രീൻ ഉണ്ട്. ഇനി നേരെ പൂളിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. കുളിസീൻ എടുക്കാൻ താല്പര്യമേ ഇല്ല, അതുകൊണ്ട് ഒന്ന് കുളിച്ചിട്ട് വരാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ബോംബെ വന്നാൽ ലോളിപോപ്പ് കഴിക്കണം. ഇത് കഴിഞ്ഞ ദിവസം കഴിച്ചതിനേക്കാട്ടിലും നല്ലതായിരുന്നു. നല്ല മാരിനേറ്റഡ് ലോളിപോപ്പ്, അതിൻ്റെ കൂടെ നല്ല അടിപൊളി മട്ടൻ ബിരിയാണി. ഇതെന്താ പച്ചിച്ചിരിക്കുന്നു? എന്താ മസാല, എന്താ ഗ്രേവി, ഓഹോ, നല്ല ചൂട് ബിരിയാണി, ചൂട് മട്ടൻ ബിരിയാണി. ഇതിൻ്റെ പേരെന്തോ പറഞ്ഞായിരുന്നു, പക്ഷേ ഐ എം സോറി, ഞാനത് ഓർക്കുന്നില്ല. ശരിക്കും അങ്ങോട്ട് ഇളക്കണം ഗൈസ്, ബിക്കോസ് ഈ മട്ടൻ്റെ ഗ്രേവി പോലത്തെ ഐറ്റം അതോ മസാലയാണോ അതെല്ലാം ഇതിൻ്റെ അടിയിൽ. അപ്പോൾ നല്ലതായിട്ട് ഇളക്കി. ഇതേ സൈഡിൽ സലാഡും വന്നു കഴിഞ്ഞു. വൺ ഓഫ് മൈ ബിഗ് സിസ്റ്റേഴ്സ് എനിക്ക് കുറച്ച് വിളമ്പി തന്നു. നല്ല ടേസ്റ്റോടെ അങ്ങോട്ടൊന്ന് കഴിക്കട്ടെ. അടിപൊളി ബിരിയാണി. ഇതെന്തായാലും ഒരു 2 പ്ലേറ്റെങ്കിലും ഞാൻ കഴിക്കും. സ്വിമ്മിംഗ് പൂളിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് കഴിച്ച ബിരിയാണി അടിപൊളി. അങ്ങനെ വൈകുന്നേരം 5 മണി, ഒരു 6 മണിയൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. പതുക്കെ ഇരട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഞങ്ങൾ ചെറുതായിട്ടൊരു ഈവനിങ് വാക്കിന് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ലൈറ്റൊക്കെ ഇട്ടപ്പോൾ ക്ലൗഡ് 9 വില്ല എന്തൊരു ഭംഗി കാണാൻ. ഇത് ഏകദേശം 1.5 കോടിയാണ് സ്റ്റാർട്ടിങ് ചോദിക്കുന്നത്. ഇതുപോലത്തെ പല വില്ലകൾ ഇവിടെ ഉണ്ട് ഗൈസ്. രാത്രി വേണമെങ്കിൽ മൊത്തം ഇവിടെ താമസിക്കും കേട്ടോ. ഒരു 1 ഹോൾ നൈറ്റ്. രാവിലെ പോയാൽ മതി, പക്ഷേ കുറച്ച് കൊതുകിൻ്റെ ശല്യം കാരണം ഞങ്ങൾ ഇവിടുന്ന് സ്ഥലം വിട്ടു. ഈവനിങ് ഒരു 7 മണിയൊക്കെ ആയുള്ളൂ. എല്ലാവരും ടയർഡാണ്. സ്വിമ്മിംഗ് പൂളിയൊക്കെ ചാടിയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ചതല്ലേ, അതുകൊണ്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാം. ഫോറസ്റ്റ് ഏരിയ കടക്കുന്ന മുമ്പാണ് ബോംബെ ഡക്ക് റെസ്റ്റോറൻറ്റ്. അത് നല്ലൊരു റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു. ഞങ്ങൾ താനെ ഏരിയയിൽ കൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴാണ് ഓർത്തത് ഇവിടുത്തെ ഒരു ഫേമസ് ഒരു ലേക്ക് ഉണ്ട്. ആ ലേക്ക് സൈഡ് ഇവിടെ അടുത്താണ്, അങ്ങോട്ട് പോവാം. ഇവിടാണ് ഉപ്പുവൻ ലേക്ക് ഉള്ളത്. വണ്ടി സൈഡിൽ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് വേണം ലേക്കിലോട്ട് പോകാൻ. ഒരു ഗാർഡൻ ആണ് അതിൻ്റെ സൈഡ്. അതിൻ്റെ ചുറ്റും നല്ലൊരു ലേക്ക് ഉണ്ട്. പിന്നെ ഒരു സൈഡിൽ നല്ലൊരു പ്ലേ ഏരിയ ഉണ്ട്. പ്ലേ ഏരിയ എന്ന് വെച്ചാൽ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് പോലെ ചെറുത്. ഈ ഒരു ലേക്കിലാണ് ഒരു നൈസ് മ്യൂസിക് ഫൗണ്ടൻ ഉണ്ട്. ഉപ്പുവൻ ലേക്ക് ഥാനെയിലുള്ള, ഥാനെ മഹാരാഷ്ട്രയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ്. ഈ ലേക്കിലാണ് സംസ്കൃതി ആർട്സ് ഫെസ്റ്റിവൽ നടക്കുന്നത്. പിന്നെ ഇത് ശരിക്കും ഒരു ലവേഴ്സ് ഏരിയയും കൂടെ ആണ്. ഞങ്ങളിവിടെ വന്നപ്പോൾ തന്നെ ഇഷ്ടം പോലെ ലവേഴ്സിനെ കാണാം. ലവേഴ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്. ഇവിടെ ഒരു മ്യൂസിക്കൽ ഫൗണ്ടൻ ഏത് നിമിഷവും നടക്കാം. എപ്പോൾ നടക്കുമെന്ന് അറിയത്തില്ല, ഉണ്ടോയെന്നും അറിയത്തില്ല. പുതിയ ഗാർഡനാണ്. ഇതാണ് ഉപ്പുവൻ ലേക്ക്.
കുറേ ആൾക്കാർ ഇവിടെ വന്ന് ഇരിപ്പുണ്ട്. രാത്രിയിൽ വലിയ ചൂടൊന്നുമില്ല, ആവശ്യമുള്ള നല്ലൊരു നിലാവൊക്കെ ഉള്ള രാത്രി. അവിടെ കാണുന്നൊരു പ്ലേ ഏരിയയാണ് ആ സൈഡിൽ കാണുന്നത്. പിള്ളേർ കളിക്കാനുള്ള സ്ഥലമാണ്. ഈ ഒരു സ്ഥലത്താണ് മ്യൂസിക്കൽ ഫൗണ്ടൻ ഉള്ളത്. മ്യൂസിക്കൽ ഫൗണ്ടൻ കണ്ടു കഴിഞ്ഞിട്ട് എല്ലാവരും ഗോല ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ലൈൻ നിൽക്കുക. കാലാഘട്ട എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് സോൾട്ടോ ക്യൂമിൻ ആണെന്നാണ് പറയുന്നത്. എന്തായാലും സാധനം വളരെ സോറാണ്, പക്ഷേ ഈ ഒരു ഫ്ലേവർ മതി എല്ലാവർക്കും. അത് നല്ല ഐസിനകത്തിട്ട് കഴിക്കാൻ സൂപ്പറാണ്. ഇവിടെ ബഹറിൻ നമുക്ക് ലസീസ കോള ഐസിൽ ഉണ്ടാക്കി കിട്ടും ചില കോൾഡ് സ്റ്റോറിൽ. അതുപോലെ തന്നെയാണ്, എന്നാലും പല ഫ്ലേവറിലാണ്. സാധനം റെഡിയായി കഴിഞ്ഞു, 2 കപ്പ് റെഡിയായി. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വേണ്ട, ഇവിടെ ഭയങ്കര ബിസിയാണ്, രക്ഷയില്ല. ഒരെണ്ണം കിട്ടി. ഇതൊന്ന് പൊക്കി കാണിക്കാം. ഞാനെന്തായാലും ഈ സാധനം കഴിച്ചിട്ടില്ല. ഇങ്ങനെ ഇരിക്കുന്ന സാധനം. ഇതാണ് ഐസ് ഗോല കാലാഘട്ട. ഐസ് വേണമെങ്കിൽ അതിനകത്തുള്ള വെള്ളം കുടിക്കാം. ഓക്കെ, അങ്ങനെ അവിടെ നിന്ന് വണ്ടി ഓടിച്ച് നേരെ ശ്രീനഗർ എത്തി ഗൈസ്. ശ്രീനഗർ എത്തുമ്പോൾ ഈ ഒരു ഗോപുരത്തിൻ്റെ കാഴ്ചയാണ്. അങ്ങനെ വണ്ടി ഓടിച്ച് ഫ്ലാറ്റുള്ള ബിൽഡിങ്ങിലെത്തി ഗൈസ്. ഇതാണ് ആഷർ മേപ്പിൾ. ഇനിയും പോയൊന്ന് കിടക്കട്ടെ. അങ്ങനെ നല്ലൊരു ഉറക്കം കഴിഞ്ഞ് രാവിലെ 7 മണിക്ക് എഴുന്നേറ്റെങ്കിലും 10 മണി കഴിഞ്ഞു ഒന്ന് ഇറങ്ങിയപ്പോൾ. നേരെ പോവാ ഗൈസ് ശിവരിയിൽ. മുംബൈയിലെ ഒരു സ്റ്റേറ്റാണ് ശിവരി. ഇവിടെ ഒരു ക്രിസ്ത്യൻ ഗ്രേവ്യാർഡ് ഉണ്ട്, ഒരു ക്രിസ്ത്യൻ സെമിട്രി. ഇതാണ് സിവരി ക്രിസ്ത്യൻ സെമിട്രി. പണ്ടത്തെ മുനിസിപ്പൽ കമ്മീഷൻ യൂറോപ്യൻ ബറിയൽസ് നടത്താൻ വേണ്ടി പണിഞ്ഞൊരു സെമിട്രിയാണ്. അതുകൊണ്ട് നല്ല പഴക്കമുള്ള സെമിട്രിയാണ്. പക്ഷേ ഇപ്പം പല ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റീസ് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഷുഗർ കെയിൻ ജ്യൂസ് നല്ല വെയിലത്തും അല്ലെങ്കിൽ നല്ല ചൂടത്ത് കുടിക്കാൻ സൂപ്പറാണ്. ഐസ് ഇട്ട് കരിമ്പിൻ ജ്യൂസ്. ഇത് ബോംബെയിൽ സ്ഥിരം കാഴ്ചയാണ്. പലയിടത്തും പല ഗല്ലിയിലും കാണാം. ഷുഗർ കെയിൻ ഇങ്ങനെ ഇറങ്ങി വരുന്നത് കണ്ടോ ഈ ഒരു മെഷീനിൽ നിന്ന്. ഇതൊരു ഗ്ലാസ് കുടിക്കുമ്പോഴത്തേക്ക് സകല ദാഹവും തീരും ഗൈസ്. അപ്പോൾ ഒരു ഗ്ലാസ് അങ്ങോട്ടൊന്ന് കുടിക്കട്ടെ. എനിക്കൊരെണ്ണം കിട്ടി. എടാ ക്രിസ്ത്യൻ കൊണ്ട് തന്നേ. ആഹാ, നല്ല മധുരമാണ്, നല്ല ഓവർ മധുരം. വീണ്ടും ഷുഗർ കെയിൻ ആ ഒരു മെഷീനിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടോ ഗൈസ്. ചതഞ്ഞ് ഒന്നെങ്കിൽ ആ ഡബയിൽ വീഴും, അല്ലെങ്കിൽ വലിയ വലിയ പീസുകളാണെങ്കിൽ നേരെ ആ പുള്ളി എടുത്ത് അപ്പുറത്തെ കച്ചക്കകത്തോട്ടും കളയും. ദാഹത്തിന്റെ അസ്കിത കഴിഞ്ഞപ്പോൾ വല്ലാണ്ട് വിശക്കുന്നു. ബോംബെയിലെ ഒതന്റിക് ആയിട്ടുള്ള ഡിഷസ് കഴിക്കാം എന്ന് വിചാരിച്ചു. നേരെ വന്നു ഗുരു കൃപ. കുറച്ച് വടാപ്പാവ്, ഒരു സമൂസ ചാട്ട്, ഇതൊക്കെ കഴിക്കണം എന്ന് വിചാരിച്ചാണ് ഗുരു കൃപ റെസ്റ്റോറന്റിൽ വന്നത്. ഇവിടുത്തെ തിരക്ക് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്തൊരു ഡിമാൻഡുള്ള സാധനമാണെന്ന്. പല പല ടൈപ്പ് സ്വീറ്റ്സ് ആയി, പല ടൈപ്പ് സ്നാക്സ്, ചാട്ട്സ്, പല ടൈപ്പ് സാൻഡ്വിച്ചസ്. പക്ഷെ ഞങ്ങളിവിടെ കുറച്ച് പാനിപ്പൂരി, കുറച്ച് സമൂസ ചാട്ട്,
പിന്നെ കുറച്ച് വടാപ്പാവ്. അത് കഴിക്കാൻ വേണ്ടി വന്നതാ. അയ്യോ, ഇവിടെ ഇരിക്കാൻ പോയിട്ട് നിൽക്കാൻ പോലും സ്ഥലമില്ല. എല്ലാരും വെയിറ്റിംഗ് ആണ്, ക്യൂ ആണ് ഗൈസ്. അകത്ത് AC റൂം ഫുള്ളാ, വെളിയിൽ പിന്നെ നിന്ന് കഴിക്കേണ്ട അവസ്ഥ. ഇതാണ് ഇവിടുത്തെ മെനു കാർഡ്. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാരും വന്നപ്പോ ഞങ്ങൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. അപ്പൊ നമുക്ക് നേരെ ബേൽപൂരിയിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാം. പാനിപൂരി ആവശ്യമുള്ളവരെല്ലാരും ലൈൻ നിന്ന്, പിന്നെ ഈ പുള്ളിക്കാരൻ ഓരോ കണ്ടെയ്നർ പാത്രം തരും, അതിനകത്ത് ഓരോ പൂരി വെച്ച് തരും, അതിനകത്ത് ഇടാനുള്ള സാധനങ്ങളൊക്കെ വെച്ച്. അപ്പോൾ പൂരി എടുക്കുന്നു, കുറച്ച് മേൽഭാഗം പൊട്ടിക്കുന്നു, പിന്നെ അതിനകത്തുള്ള എന്താ സാധനം വെച്ചാൽ ഇടുന്നു, ആ വെള്ളമൊക്കെ ഇടുന്നു, പുളിയുള്ളതും മധുരമുള്ളതും അങ്ങോട്ട് മുക്കി ഓരോരോ പാനിപ്പൂരി അവരവരുടെ കണ്ടെയ്നറിനകത്ത് ഇടും. ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ എന്തുവാന്ന് നിങ്ങൾക്ക് വീഡിയോയുടെ അടിയിൽ കമന്റ് ചെയ്യാം കേട്ടോ. എനിക്കുള്ള പൂരി എത്തിക്കഴിഞ്ഞു. നല്ല ക്രിസ്പിയാണ്, നല്ല റിഫ്രഷിംഗ് ആയിരുന്നു കഴിക്കാൻ. സമൂസ ചോലെ നല്ല കട്ട ചൂടാകാം. സമൂസ സ്പൂൺ വെച്ച് വേണം കഴിക്കാൻ. ലസ്സി ഏത് ചൂടത്തും തണുത്ത സാധനം കഴിക്കാൻ നല്ലതല്ലേ. ഇതൊരു കടിച്ച വടപ്പാവാണ്, തുടക്കത്തിൽ എടുക്കാൻ പറ്റിയില്ല. പാപ്പട, ജിലേബി, ഇങ്ങനെ പല പല ഐറ്റംസ് ടേബിളിലോട്ട് വന്നുകൊണ്ടിരുന്നു. ഒരു ആമ്പണ്ടൻ സാൻഡ്വിച്ച്. ഇതെങ്ങനെ കഴിക്കാനാ? ഇത് ഗ്രിൽ സാൻഡ്വിച്ച് ആണെന്നാ പറയുന്നത്, നിറച്ച വെജിറ്റബിൾ. ബഹറിനിൽ പോലും ഇത്രയും വലിയ ഗ്രിൽ സാൻഡ്വിച്ച് ഞാൻ കഴിച്ചിട്ടില്ല. കടിച്ചു തിന്നാൻ തന്നെ വളരെ ബുദ്ധിമുട്ടാണ്, എന്നാലും കഴിച്ചു കേട്ടോ. അപ്പം നേരെ വീട്ടിൽ പോയി കിടക്കട്ടെ, നല്ല ക്ഷീണം. ഇത് ലൈക്ക് റെസ്റ്റോറൻറ്റ്. ഇവിടെ നമ്മളൊരു പ്രൈവറ്റ് ഫംഗ്ഷന് വേണ്ടി, ഒരു ഫാമിലി ഫംഗ്ഷന് വേണ്ടി വന്നതാണ്. ലൈക്ക് ഇവിടെ കയറി വരുമ്പോ തന്നെ നല്ല അടിപൊളി ഒരു ബാർ ഉണ്ട് ഗൈസ്. ലെഫ്റ്റിലോട്ട് നോക്കിയാൽ കാണാം. അതുകൊണ്ട് ഞാനൊന്ന് ഇടയ്ക്കൊന്ന് നോക്കിയായിരുന്നു കുറച്ച് നേരത്തേക്ക്. അത് കഴിഞ്ഞിട്ടാണൊന്ന് മേളിലോട്ട് പോയത്. എന്തോ ആംബിയൻസ് ആണ് നോക്കിയത്, നല്ല ഇന്റീരിയർ വർക്ക്, നല്ലൊരു റെസ്റ്റോറൻറ്റാ ഗൈസ്. ഈ റെസ്റ്റോറന്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. ഒരു ബർത്ത്ഡേ പാർട്ടിക്കാണ് ഈ ലൈക്ക് റെസ്റ്റോറന്റിൽ ഞങ്ങൾ വന്നത്. ഈ ബർത്ത്ഡേ പാർട്ടി മുകളിലാണ്. റെസ്റ്റോറന്റിന്റെ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു സെക്ഷനിലാണ് ബർത്ത്ഡേ പാർട്ടി. ക്ലോസ് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചല്ലേ ഇരിക്കുന്നത്. എല്ലാവരും ഭയങ്കര കഴിപ്പാ. എന്തായാലും ചിക്കൻ ഐറ്റംസ് ഉണ്ട്, പനീർ ഐറ്റംസ് ഉണ്ട്. അടിപൊളി ഒരു ചിക്കൻ ടിക്ക പോലത്തെ ഒരു ഐറ്റമാണ്. ഇതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ നല്ല മാരിനേറ്റഡ് ആയിരുന്നു. നല്ല സോസൊക്കെ വെച്ച് കഴിക്കാം. ഫ്രഞ്ച് ഫ്രൈസ് വന്നു, വീണ്ടും ചിക്കൻ വന്നു. ആഹാ. തന്ന സ്റ്റാർട്ടേഴ്സ് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. സ്റ്റാർട്ടേഴ്സ് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ, ബിക്കോസ് ബർത്ത്ഡേ പാർട്ടിയിൽ ഇച്ചിരി ബിസിയായി പോയി, വീഡിയോ എടുക്കാനും മറന്നുപോയി. മുമ്പേ പറഞ്ഞ പനീർ, ഈ പുള്ളിക്കാരനുണ്ടല്ലോ, ഈ നമ്മുടെ ഈ വെയിറ്റർ ബോയ് എന്നെ കൊണ്ട് കുറേ പനീർ തീറ്റിച്ചു. ബിക്കോസ് അവിടെ ആരും ഇത് കഴിക്കുന്നില്ല. എല്ലാവരും വിചാരിച്ചു കേക്ക് ആണെന്ന്. ശരിയല്ലേ, കണ്ട ഒരു യെലോയിഷ് ക്രീം കേക്ക് പോലെ ഇരിക്കുന്നില്ലേ? പക്ഷെ ഞാൻ കണ്ടിച്ച് ഓരോ പീസ് വീതം തിന്നു. എന്തായാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇച്ചിരി പൊരിഞ്ഞതായിരുന്നുകൊണ്ട് കുഴപ്പമില്ല. ശരിയല്ലേ? അതെ, ചിക്കനും ഉണ്ടായിരുന്നു, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. അതിൻ്റെ കൂടെ ഫ്രഞ്ച് ഫ്രൈസും. ശരിക്കും ഇവിടുത്തെ മെയിൻ കോഴ്സിന്റെ വീഡിയോ എടുക്കേണ്ടിയായിരുന്നു, ഞാനങ്ങ് മറന്നുപോയി. വളരെ ലേറ്റ് ആയിട്ടുള്ള ലേറ്റ് നൈറ്റ് പാർട്ടി ആയതുകൊണ്ട് രാവിലെ 10 മണി കഴിഞ്ഞാണ് എഴുന്നേറ്റത്. അപ്പൊ അടുത്ത യാത്രയിലോട്ട് പോകണ്ടേ. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.